നമസ്കാരം സുഹൃത്തുക്കളെ, കൈറ്റ്സ് കഫേയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജിയോളജിയെക്കുറിച്ചാണ്, അഥവാ മലയാളത്തിൽ പറഞ്ഞ ഭൂഗർഭശാസ്ത്രം. എന്താണ് ഈ ഭൂഗർഭശാസ്ത്രം? പലപ്പോഴും ഈ വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ യഥാർത്ഥ ശരിയായ അർത്ഥം അതിന് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകും. ജിയോളജി ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പഠന വിഷയമല്ല. ഒരുപാട് വേറെ ശാസ്ത്ര മേഖലകളുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരു ശാസ്ത്രശാഖയാണ്. പ്രത്യേകിച്ചും എവല്യൂഷൻ, ആസ്ട്രോണമി, ഓഷ്യനോഗ്രഫി ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഠന വിഷയമാണ്. അപ്പോൾ അതിൽ ഈ പ്രദേശത്ത്, അതായത് അറേബ്യൻ പെനിൻസുല ഒരു ഉദാഹരണമാക്കി എടുത്തിട്ടാണ് ഈ എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, നമുക്ക് വളരെ വിസിബിളായിട്ട് തന്നെ ഈ കഴിഞ്ഞ 10-15 മില്യൺ ഇയേഴ്സിൻ്റെ പ്രകൃതിയുടെ ഈ പ്രദേശത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് വ്യക്തമായി കാണാനും കൂടി കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഈ ചരിത്രം എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് ഒരു ജീവിത കാലം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ 50 വയസ്സായി. അപ്പോൾ 50 വർഷത്തിൻ്റെ ഇവൻറ്റുകൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാനൊക്കെ ഒരുവിധം നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ് ഒരു 50 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 4 ഓറഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഓറഞ്ച് എനിക്ക് എത്ര ദിവസം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, 10 ഓറഞ്ച് വേണമെങ്കിൽ നിഷാദിനൊരു ഒന്ന് ബലപ്പിച്ചാൽ ഒരു 4 ദിവസം കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റും. 2 ഓറഞ്ച് വെച്ച് ഡെയിലി കഴിച്ചാൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. 1 മില്യൺ ഓറഞ്ച് എങ്ങനെ കഴിച്ച് തീർക്കുമെന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല. 1000 പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള വലിയ നമ്പേഴ്സിനെ ഒന്നും പ്രോസസ്സ് ചെയ്യാനുള്ള യന്ത്രമായിട്ടല്ല. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ അതിന് കഴിവുള്ളൂ, അതിന് പറ്റുള്ളൂ. അത് സ്കെയിൽ ഇൻ ടൈം ആയിരുന്നാലും സ്കെയിൽ ഇൻ സ്പേസ് ആയിരുന്നാലും, സ്പേസിൻ്റെയും ടൈമിൻ്റെയും സ്കെയിലുകൾക്ക് പരിമിതികളുണ്ട് നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും. അതുകൊണ്ടാണ് ഈ എവല്യൂഷൻ്റെ ടൈമും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് ഇന്നേ വരെയുള്ളതിൻ്റെ ആ 4.5 ബില്യൺ ഇയേഴ്സിൻ്റെ ടൈം പീരീഡ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്. നമുക്കിങ്ങനെ വെറുതെ പൂജ്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ പോകാമെന്നല്ലാതെ അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്താണ് ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ. പല ആൾക്കാർക്കും എവല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം, അവരുടെയൊക്കെ ധാരണയെന്ന് പറയുന്നത് ഒരു 10,000 വർഷത്തെ ചരിത്രമാണ്. ഈ 10,000 പോലും വ്യക്തമായിട്ട് അവരുടെ തലയിൽ നിൽക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയാം, സനാതന കാലം, 5000 വർഷം, 10,000 വർഷം, നമ്പറുകളിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ തള്ളാം എന്നല്ലാതെ എത്രയാണ് ഈ പീരീഡ്, ഏത് വിധത്തിലാണ് നമ്മൾ ഇതിനെ അസസ് ചെയ്യുന്നത്, ഇതിനൊന്നും യാതൊരു എന്താ പറയുക തെളിവുകളുമില്ല. ആ സമയത്താണ് നമ്മൾ ജിയോളജി കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളുടെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത്, നമ്മൾ മലയാളികളുടെയൊക്കെ ചരിത്രം എന്ന് നമ്മൾ എടുത്ത് പറയുന്നത് എപ്പോഴും 5000 വർഷം, നിയോലിത്തിക് പീരിയഡ്, ആ ഒരു പീരീഡാണ്. അതായത് ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന പീരീഡ്. 15,000 വർഷം തൊട്ട് 5000 വർഷം വരെയാണ് അതിൻ്റെ ഒരു റേഞ്ച്. അപ്പോൾ എടയ്ക്കൽ കേവ്സിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ആദ്യത്തെ ആ പ്രദേശത്ത് ജീവിച്ചിട്ടുള്ള മനുഷ്യരുടെ എല്ലാം എഴുത്തുകളും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എഴുത്തല്ല, ചിത്രങ്ങൾ, പെട്രോഗ്ലിഫ്സ്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ പീരീഡ് എന്ന് പറയുന്നത് ഈ 5000 ഇയേഴ്സിൻ്റെ ചരിത്രം മാത്രമാണ്. ഈ 5000 ഇയേഴ്സ് ഒന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാലയളവാണ്. അതിന് മുമ്പോട്ടൊക്കെ നമ്മളിങ്ങനെ തള്ളി ഓരോന്ന് തള്ളൽ ആണ് നമുക്ക് കൂടുതൽ വശമുള്ളത്. പിന്നെ കഥകൾ, ഐതിഹ്യങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ. അതിന് മുൻപും ചരിത്രമുണ്ടായിരുന്നു എന്നും ആ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി മരുഭൂമി എങ്ങനെ ഉണ്ടായത്. അത് പൂർണ്ണമായിട്ടും ഞാനത് വിശദമായി അവതരിപ്പിച്ചില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടി വിശദമായിട്ട് ഈ എപ്പിസോഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 250 മില്യൺ ഇയേഴ്സ്, 25 കോടി വർഷങ്ങൾ, ഈ ട്രയാസിക് പീരിയഡ് തുടങ്ങുന്നത്. 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ പാൻജിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ഫോം ചെയ്യുന്നത്. ഈ സൂപ്പർ കോണ്ടിനെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ ഇതെല്ലാം ഇങ്ങനെ ഒത്തുചേർന്ന്
നിൽക്കുന്ന ഒരു മേജർ ഒരു വലിയ ഒരു വൻ ഭൂഖണ്ഡം ആയിരുന്നു. പിന്നെ ക്രമേണ ഈ പ്ലേറ്റുകൾ ഷിഫ്റ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന സ്ഥാനത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഏഷ്യയിലേക്ക് പോയി ചേരുകയും ആ ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് പീസും കൂടി ഈ രണ്ട് പ്ലേറ്റുകൾ തന്നെ ചേരുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് കംപ്രഷൻ ഉണ്ടാവുകയും ഹിമാലയ പർവ്വതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സോ ഹിമാലയ പർവ്വതങ്ങൾ ഉയർന്നു വരികയാണ്, ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോണ്ടിനെൻ്റൽ ഷിഫ്റ്റുകൾ നടക്കുന്നത് വളരെ വേഗത്തിലല്ല, വളരെ ചെറിയ സ്പീഡിലാണ്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. മനുഷ്യൻ്റെ ടൈം സ്കെയിൽ നേരത്തെ പറഞ്ഞല്ലോ, 100 വർഷമൊക്കെയാണ് നമ്മളുടെ ടൈം സ്കെയിൽ. അതിൽ കൂടുതലൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ കോണ്ടിനെൻറ്റുകൾ ഷിഫ്റ്റ് ചെയ്ത് ഓരോരോ പൊസിഷനിലേക്ക് പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഹജ്ജാർ മൗണ്ടൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അറേബ്യൻ പെനിൻസുലയുടെ സർഗോസ് മൗണ്ടനുമായിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹജ്ജാർ മൗണ്ടൻ തന്നെ. ഈ കംപ്രഷൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഗൾഫ് കടൽ ചിലപ്പം ഇല്ലാതാവും. അങ്ങനെ ഈ രണ്ട് കോണ്ടിനെൻറ്റുകളും ഈ അറേബ്യൻ പെനിൻസുലയും ഏഷ്യൻ കോണ്ടിനെൻറ്റും കൂടി കംപ്രസ്ഡ് ആയിട്ട് ചേരാനും സാധ്യതയുണ്ട്. ഇതിനെയാണ് ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത് സബ്ഡക്ഷൻ എന്നാണ്. ജിയോളജിയിൽ സബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പ്രായം കൂടിയ പ്ലേറ്റ് താഴേക്ക് പോവുകയും പ്രായം കുറഞ്ഞ പ്ലേറ്റ് മേളിലേക്ക് പൊങ്ങി വരികയും ചെയ്യും. ഇത് പല സ്ഥലങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റും. എങ്ങനെയാണിത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ക്ലിഫ് സൈഡ് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ഈ വേവുകൾ കാണാൻ പറ്റും. അതിനെ ഓഫിയലോയിറ്റ് ഫോർമേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. അത് ഒമാൻ, അതുപോലെ UAE ഹജ്ജാർ ഭാഗങ്ങളിൽ, നോർത്തേൺ ഒമാൻ, യമൻ, ഇവിടെ എല്ലാം നമുക്ക് ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. യു ക്യാൻ ആക്ച്വലി സീ ഇറ്റ്. അതിങ്ങനെ എക്സ്കവേഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ ഈ പറഞ്ഞ ഇതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. 2 തൊട്ട് 3 സെൻറ്റിമീറ്റർ വരെയാണ് ഒരു വർഷം ഈ നീക്കം നടക്കുന്നത്. അത് നോർത്തിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുജറ പ്രദേശത്തൊക്കെ താമസിക്കുന്ന നമ്മളുടെ സുഹൃത്ത് നൗഫലിനൊക്കെ അറിയാമായിരിക്കാം. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പിരിമുറുക്കങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഈ മൗണ്ടൻസിൻ്റെ മൂവ്മെൻറ്റാണ്. ഇത് വളരെ ഫ്ലൂയിഡായിട്ട് നമ്മുടെ ലിത്തോസ്ഫിയർ, മുകളിൽ കാണുന്ന ഈ ഒരു ക്രസ്റ്റിനെ ലിത്തോസ്ഫിയർ എന്നാണ് പറയുന്നത്. ആ ലിത്തോസ്ഫിയർ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ബസോൾട്ടാണ്. അപ്പോൾ ബസോൾട്ട് കുറച്ചൊരു വിസ്കസ് ആയിട്ടുള്ള ഒരു റബ്ബർ പോലത്തെ ഒരു സാധനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. റബ്ബർ അല്ല. ഇനിയിപ്പോൾ അത് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അത് റബ്ബറാണെന്ന് പറഞ്ഞെന്ന് പറയരുത്. അപ്പോൾ റബ്ബർ പോലെ ഇങ്ങനെ കുറേ കൂടി വിസ്കസ് ആയിട്ടുള്ള ഒരു പ്രതലമാണ്. അതിൻ്റെ മുകളിലാണ് കുറേ കൂടി ഡെൻസ് ആയിട്ടുള്ള ഈ ക്രസ്റ്റ്, ലിത്തോസ്ഫിയർ. അപ്പോൾ അതാണ് ഇങ്ങനെ പല പ്ലേറ്റുകളുണ്ട്. നമ്മൾ വിക്കിപീഡിയയിലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പ്ലേറ്റുകളാണ് ഇത് ഡിവിഷൻ നടക്കുന്നത്. ചില ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഈ കൂട്ടിയിടിപ്പിലാണ് ചിലപ്പോൾ മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ പ്ലേറ്റുകൾ ഇങ്ങനെ റിഡ്ജുകളുണ്ടാവും. ഈ ഓഷൻസിലൊക്കെ വലിയ റിഡ്ജുകളുണ്ട്. റിഡ്ജുകളെന്ന് വെച്ചാൽ വലിയ കാവേൺസ്. ആ റിഡ്ജുകളിൽ നിന്നും വോൾക്കാനിക് ഇറപ്ഷൻസും അടിയിൽ നിന്നും മാഗ്മ വരികയും ലാവ ഫ്ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ സബ്ടെറേനിയൻ സബ്ഡക്ഷൻ ആൻഡ് അതേപോലുള്ള ഇതുപോലെ റിഡ്ജ് ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ശരിക്കും വോൾക്കാനിക് ആക്ടിവിറ്റീസും ഭൂചലനങ്ങളും എർത്ത്ക്വേക്സും ഒക്കെ ഉണ്ടാകും. ഇറാനിലൊക്കെ സ്ഥിരമായിട്ട് എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നത് ഈ ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാത്ത ഈ എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളുടെ മാപ്പ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഈ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ സെക്ഷൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇതുപോലുള്ള വോൾക്കാനിക് ആക്ടിവിറ്റീസും എർത്ത്ക്വേക്സും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാലാവസ്ഥയെപ്പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ 100 വർഷത്തെ കാലാവസ്ഥയും ഒക്കെയാണ് പലപ്പോഴും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുന്നത്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പുതിയ സംഗതിയല്ല. യുഗങ്ങളായിട്ട്, ഈ യുഗം എന്ന് പറയുന്ന പദം തന്നെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എത്രയാണ് ഒരു യുഗം എന്നൊന്ന് ചോദിച്ചുകളയരുത്. ബേസിക്കലി എവറി 24,000 ഇയേഴ്സ് നമ്മളുടെ പ്ലാനറ്റിൻ്റെ ആക്സിസിന് ഒരു വോബ്ലിംഗ് ഉണ്ടാവും. വോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം, മലയാളത്തിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ
നമ്മുടെ ഈ ടോപ്പില്ലേ പമ്പരം കറങ്ങുമ്പോഴത്തേക്കും അതിങ്ങനെ കറങ്ങി അവസാനിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും അതിങ്ങനെ കിടന്നിങ്ങനെ കുലുങ്ങും. ഈ കുലുക്കം ആണ് നമ്മുടെ പ്ലാനറ്റിന് എവറി 24,000 ഇയേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കുലുക്കത്തിൻ്റെ, അതായത് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ തോതിൽ 23 കാൽ 23 ഡിഗ്രീസ് എന്ന് പറയാം, 23 ഡിഗ്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പോൾ സ്റ്റാർ വരെ മാറും. അത് ആ പോൾ സ്റ്റാറിൻ്റെ മൂവ്മെൻറ്റ് മാറുന്നത് കാരണം എന്ന് വെച്ചാൽ പോൾ സ്റ്റാർ മാറിയിട്ടല്ല, നമ്മുടെ പ്ലാനറ്റിൻ്റെ ആ ആക്സിയൽ ടിൽറ്റിങ് മാറുന്നതുകൊണ്ടാണ്. ഈ ആക്സിയൽ ടിൽറ്റിങ്ങിനോടൊപ്പം തന്നെ എവറി 100,000 ഇയേഴ്സ് നമ്മുടെ ഓർബിറ്റിൽ തന്നെ ഓർബിറ്റിൻ്റെ എലിപ്റ്റിക്കൽ ഷേപ്പിന് തന്നെ വ്യത്യാസം വരും, അത് പാത്തിന് തന്നെ വ്യത്യാസം വരും. അത് സംഭവിക്കുന്നത് എവറി 100,000 ഇയേഴ്സാണ്. അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വലിയ തോതിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഐസേജുകൾ ഉണ്ടാകും, ഡെസർട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഇപ്പം ആഫ്രിക്കയും അറേബ്യൻ പെനിൻസുലയും ഏകദേശം ഒരേ കാലാവസ്ഥയിലാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരേപോലത്തെ കാലാവസ്ഥയാണ്. ഇപ്പോൾ ഒമാനിലൊക്കെ നിരന്തരമായി മഴ കിട്ടുന്നത് ആ മോൺസൂൺസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരേ സമയത്താണ് ഈ ഡെസർട്ടിഫിക്കേഷൻ ഉണ്ടായത്. ഈ ഡെസർട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓർബിറ്റൽ എലിപ്റ്റിക്കൽ ചേഞ്ച്, അത് ഒരു മേജർ റീസണാണ്. അതേപോലെ എവറി 14,000 to 24,000 ഇയേഴ്സ് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും, ആ വോബ്ലിങ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പോഴും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കും. അങ്ങനെ നമ്മുടെ ഭൂമിയിൽ പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് തവണയായിട്ട് ഐസേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഐസേജുകൾ വരുമ്പോഴത്തേക്കും മാസ് എക്സ്റ്റിങ്ഷൻസ് ഉണ്ടാകും, വലിയ തോതിൽ ജീവികൾ ചത്തൊടുങ്ങും. വളരെ കണ്ടൂസീവായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും വലിയ തോതിൽ ലൈഫ് എക്സ്പ്ലോഡും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഒരു സമയത്ത് ഈ ട്രയാസിക് പീരീഡിൽ ഭയങ്കരമായ വെജിറ്റേറ്റീവ് പോപ്പുലേഷൻ ഉണ്ടായത്. വെജിറ്റേറ്റീവ് പോപ്പുലേഷൻ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മെറീൻ ലൈഫും ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്തു. വലിയ സൈസിലുള്ള ജീവികൾ ഇവോൾവ് ചെയ്ത് തുടങ്ങി. ഈ ഇവല്യൂഷൻ എന്ന് പലപ്പോഴും പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നിപ്പം കുരങ്ങുള്ളതെന്ന്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ബാലിശമായ ചോദ്യങ്ങളാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ കാലയളവ് അറിയാത്തത് കൊണ്ടും, രണ്ടാമത് മനുഷ്യനും കുരങ്ങും ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ് പരിണമിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വൈകല്യം ഉള്ളത് കൊണ്ടാണ്. ഈ ചിന്തയെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അവിടെയാണ് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഈ പീരീഡുകൾ മില്യൺസ് ഓഫ് ഇയേഴ്സാണ്. ആ മില്യൺസ് ഓഫ് ഇയേഴ്സ് എത്ര ആണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സംശയം വരുന്നത്. ഇപ്പോൾ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് എഗെയിൻ 24,000 ഇയേഴ്സ് അപ് ടു 100,000 ഇയേഴ്സിലാണ് ഈ വലിയ ഡിഫറൻസുകൾ സംഭവിക്കുന്നത്, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ തന്നെ കാലാവസ്ഥ മാറുന്നുണ്ട്, കടലുകൾ ഉണ്ടാകുന്നുണ്ട്. അറേബ്യൻ പെനിൻസുല ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ 2 തവണയായിട്ട് തെത്തിസ് കടൽ എന്ന് പറയുന്ന 2 തവണ കടലുകളുണ്ടായിരുന്നു. ഇപ്പോൾ സഹാറയിൽ തന്നെ സമുദ്രമായിരുന്നു, വളരെ ഷാലോ സീ ആയിരുന്നു. ഷാലോ സീ ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെഡിറ്ററേനിയനും സഹാറയും കൂടി ചേർന്ന് കിടന്നിരുന്നൊരു കടലായിരുന്നു. ആ സമയത്ത് തിമിംഗലങ്ങളുണ്ടായിരുന്നു. നിന്ന് കാണുന്ന തിമിംഗലങ്ങളല്ല, തിമിംഗലങ്ങളുടെ പൂർവികരും ആ സമുദ്രത്തിലുണ്ടായിരുന്നു. അത് വന്ന് അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചതിനായിട്ടുള്ള തെളിവുകളെല്ലാം അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രഷ് വാട്ടർ ലേക്കുകൾ, അവിടുത്തെ അക്വിഫേഴ്സിൻ്റെ, അതായത് ഭൂഗർഭ ജലാശയം, അതിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ തടാകങ്ങളിൽ ഫ്രഷ് വാട്ടർ സ്നെയിൽസ്, ഫ്രഷ് വാട്ടർ ഷെൽസ് എല്ലാം കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകിട്ടുമ്പോഴെങ്ങനെയാണ് ഇത്രയും പ്രായമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്? നല്ല ചോദ്യമല്ലേ. കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കാർബൺ ഡേറ്റിങ്ങിനെ പറ്റി പലപ്പോഴും ഇങ്ങനെ ആൾക്കാരിങ്ങനെ പാസിംഗ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ കാർബൺ ഡേറ്റിംഗ് യഥാർത്ഥത്തിൽ എന്താണ്? ഈ കാർബണിന് ഒന്നിലധികം ഐസോട്ടോപ്പുകളുണ്ട്. ഈ ഐസോട്ടോപ്പ് എന്താണെന്ന് ഇനി പറയേണ്ടിയിരിക്കും. അപ്പോൾ ആദ്യം പോയി ഐസോട്ടോപ്പ് എന്താണെന്ന് വിക്കിപീഡിയയിൽ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്.
ഇപ്പോൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഈ 3 എണ്ണത്തിനെ പറ്റി മാത്രം ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ കാർബൺ 14 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിൽ സൂര്യകിരണങ്ങളിൽ കൂടി ഉണ്ടാകുന്ന കോസ്മിക് റേഡിയേഷനിൽ കൂടി. ഈ കോസ്മിക് റേഡിയേഷൻ ദീപക് ചോപ്രയുടെ കോസ്മിക് റേഡിയേഷൻ അല്ല, ഇത് ആക്ച്വലി ഉള്ള കോസ്മിക് റേഡിയേഷനാണ്. കോസ്മിക് റേഡിയേഷനിൽ കൂടി ഒരു നൈട്രജൻ 14 ഉണ്ട്, ഒരു ന്യൂട്രോണിനെ അതിനെ തെറിപ്പിച്ച് കാർബൺ അതിനെ അബ്സോർബ് ചെയ്യും. കാർബൺ 13 കാർബൺ 14 മാറും. അങ്ങനെ കാർബൺ 14 മാറിയ ഈ സാധനം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യും, ഇതിനെ ആവാഹിച്ചെടുത്ത് ഇത് കഴിക്കും. ഹെർബിവോഴ്സ് എല്ലാം ഈ സസ്യങ്ങളെ തിന്നും. സസ്യങ്ങൾ ഇതിനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹെർബിവോഴ്സ് അത് മരിക്കുന്നു. ഹെർബിവോർ മരിക്കുന്നു, മനുഷ്യർ മരിച്ചു കഴിയുമ്പോഴത്തേക്കും മരിക്കുന്നത് വരെ ഈ കാർബൺ 14 അളവ് നോർമലാണ്, 0% ഡീക്കേ ഉള്ളൂ. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ ഈ കാർബൺ അങ്ങോട്ട് ഡീക്കേ ചെയ്തു തുടങ്ങും. കാർബൺ 14 ഡീക്കേ ചെയ്തു തുടങ്ങും. അങ്ങനെ ഇതിൻ്റെ ഡീക്കേയുടെ അളവ് വെച്ചിട്ടാണ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡീക്കേ ഏകദേശം 50% ഡീക്കേ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം 5730 വർഷം പ്രായമുണ്ട് ഈ ചത്ത സാധനത്തിന് എന്ന്. അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം എടുക്കുകയാണ്, ആ മരക്കഷ്ണത്തിൻ്റെ അകത്തുള്ള ഓർഗാനിക് മാറ്റർ അത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമ്മൾ അതിന് കാർബൺ ഡേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും, കാർബൺ 14 ഡേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും പ്രായമുണ്ടെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ അകത്ത് 12.5% മാത്രമാണ് ആ കാർബൺ 14 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ്റെ തോത് ഓൺലി 12.5% ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എസ്റ്റാബ്ലിഷ് ദാറ്റ് ഇറ്റ് ഇസ് എക്സാക്ട്ലി 17,200 ഇയേഴ്സ്. 17,200 വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം എസ്റ്റിമേറ്റുകളാണെങ്കിലും കാൽക്കുലേറ്റഡ് എസ്റ്റിമേറ്റ്സ് ആണ്. അപ്പോൾ ഓർഗാനിക് മാറ്ററിന് ഡേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നാൽ പിന്നെ ഇനോർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളെ എങ്ങനെ ഡേറ്റ് ചെയ്യും? പാറ എങ്ങനെ ഡേറ്റ് ചെയ്യും? അതിനെയാണ് പറയുന്നത് യുറേനിയം ലെഡ് ഡേറ്റിംഗ്. യുറേനിയം ലെഡ് ഡേറ്റിംഗ് ഈ മീറ്റിയറോയിഡ്സിനും ഭൂമിയിലുള്ള കല്ലിനും എല്ലാം ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ് ടു 4.5 ബില്യൺ ഇയേഴ്സ് വരെ നമുക്കതിന് ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹാഫ് ലൈഫ് അത്രയാണ്. അപ്പോൾ 4.5 ബില്യൺ ഇയേഴ്സിൻ്റെ ഡേറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറൊരു ഗ്രഹത്തിൽ നിന്നും ഒരു കല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചന്ദ്രനിൽ നിന്നൊക്കെ ഉള്ള ഡസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും, ഭൂമിയിലുള്ള ഡസ്റ്റും എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം ഈ പറയുന്ന സെയിം ഏജിലുള്ളത് കിട്ടും. അങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഭൂമിയും ചന്ദ്രനും ഏകദേശം ഒരേ സമയത്ത് ഫോം ചെയ്തതാണ് എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തെളിവുകളോടുകൂടിയുള്ള പഠനത്തിനെയാണ് നമ്മൾ ജിയോളജി എന്നും ആർക്കിയോളജി എന്നും നമ്മൾ പറയുന്നത്. അല്ലാത്തതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ കഥകൾ മാത്രമാണ്. ആ കഥകളെല്ലാം കഥകളായിട്ട് മാത്രം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. യഥാർത്ഥത്തിൽ ജിയോളജിയിലും ആർക്കിയോളജിയിലും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീടിനുള്ളിൽ ചുറ്റിനും ഉള്ള സാധനങ്ങൾ തന്നെ, ഇപ്പോൾ ഗ്രാനൈറ്റ് എടുത്ത് നോക്കിയാലും, ചെറിയ എന്തെങ്കിലും ഒരു കല്ലെടുത്ത് നോക്കിയാലും, അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ അകത്തൊരു ഫോസിലുണ്ട്. കാര്യം ഇതെല്ലാം സെഡിമെൻറ്റ്സ് ആണ്. ഈ സെഡിമെൻറ്റ്സിൻ്റെ അകത്ത് ഉറഞ്ഞിരിക്കുന്ന, അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ജീവികളുണ്ട്. എത്രമാത്രം കാൽസിഫറസ് ആയിട്ടുള്ള സെഡിമെൻ്റ് ആണോ അത്രമാത്രം ജീവികളും അതിൻ്റെ അകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെഡിമെൻ്ററി റോക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൽപ്പിക്കുന്നത്. ഇപ്പോൾ യുടെ ഹജാർ റീജിയൻ എടുത്ത് നോക്കിയാൽ ഫുള്ളി സെഡിമെൻറ്റേഷ്യസ് ആണ്. പല തരത്തിലുള്ള സബ്ഡക്ഷനും അതേപോലെ അപ്ലിഫ്റ്റ്മെൻറ്റും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ അപ്ലിഫ്റ്റ്മെൻ്റൊക്കെ നടന്നിരിക്കുന്നത്, ഈ സബ്ഡക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു 10 മില്യൺ ഇയേഴ്സിൻ്റെ മാത്രമാണ്. പക്ഷേ പൊങ്ങിയിരിക്കുന്ന സാധനത്തിനുള്ളിലുള്ള ഫോസിൽസ് ഈ പറഞ്ഞ 250 മില്യൺ ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട്. സോ അടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനത്തിനെയാണ് ഈ പൊക്കി മുകളിലോട്ട് ഈ ലിത്തോസ്ഫിയറിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് പൊങ്ങി വന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ കാണുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും ഇതിന് ഓരോരോ ജിയോഗ്രഫിക് ഏരിയയിൽ ഇന്ന സ്പീഷീസാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോഴാണ് ഈ പ്ലേറ്റ് മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടെന്നും നമുക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ കോറിങ് എന്ന് പറഞ്ഞൊരു മെത്തഡുണ്ട്. കോറിങ് എന്ന് പറഞ്ഞാൽ അത് ഈ ജിയോഫിസിക്സിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഡ്രില്ല് ചെയ്തിട്ട്, അതായത് ഹോളോ ഡ്രില്ലുകളുണ്ട്,
സാധാരണ ബിറ്റുകൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ബിറ്റുകളുണ്ട്, അല്ലാതെ ഹോളോ ബിറ്റുകളുണ്ട്. ഹോളോ ബിറ്റ് ഡ്രില്ല് വെച്ചിട്ട് കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അത് പുറത്തെടുക്കുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള സെഡിമെൻറ്റിൻ്റെ സെക്ഷൻസ് പരിശോധിക്കുമ്പോൾ അതിൽ എത്രമാത്രം കാർബൺ ഡെപ്പോസിറ്റ്സ് ഉണ്ടോ ആ കാർബണിനെ നമുക്ക് കാർബൺ ഡേറ്റ് ചെയ്തിട്ട് ആ പീരിയഡുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതൊരു ടൈം ലൈനാണ്. ആ കോർ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഓരോരോ പീരിയഡുകളിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഫ്ലഡിങ് നടന്നിട്ടുണ്ടോ, അതേപോലെ മാസ് എക്സ്റ്റിങ്ഷൻസ് നടന്നിട്ടുണ്ടോ, അലൂവിയൽ ഫ്ലോ നടന്നിട്ടുണ്ടോ, എല്ലാം നമുക്കറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കോർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പല തരത്തിലുള്ള സെഡിമെൻറ്റേഷ്യസ് ഡെപ്പോസിഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു തെളിവുകളും കൂടി കൊണ്ടുവരണം. അപ്പോഴാണ് ഇത് സയൻസ് ആകുന്നത്. അതുവരെ ഇത് സയൻസ് ആകുന്നില്ല. ഇത് 10ാമത്തെ എപ്പിസോഡാണ്. 10ാമത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായവും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ എപ്പിസോഡുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ദയവ് ചെയ്ത് അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുമുണ്ട്. നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇത് വിജയകരമാകൂ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു നൈട്രജൻ 14ൻ്റെ പ്രോട്ടോണിനെ ഇടിച്ചു കളഞ്ഞിട്ട് ആ ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നല്ലേ പറഞ്ഞു, ന്യൂട്രോൺ,